നാടിന് നന്മ ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ് ഓൾ. നമസ്കാരം ഗൈസ്. അപ്പോൾ ഇത് കുറച്ചു മുമ്പ് കാണാനിടയായ വീഡിയോ ആണ്. ടിക്ടോക്കിൽ ഒരു ഉമേഷ് രാജൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയാണ്. അപ്പോൾ പുതിയൊരു വ്യക്തിയാണ്, കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. UK ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓണസ്റ്റായിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന അത്തരം കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇവരൊക്കെയാണ് ഒരു എന്താ പറയുക ഫ്യൂച്ചർ വോയിസ് എന്ന് പറയുന്നത്. അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ, വ്യൂ പോയിൻറ്റ്സ്, രാഷ്ട്രീയ നിലപാടുകൾ, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ പഴയ പോലെ അല്ല, ഇപ്പോൾ കുറേ പുരോഗമനങ്ങൾ വന്നു. നാട്ടിൽ ഈ ഇടയ്ക്ക് അദ്ദേഹം പോയ സമയത്ത് ഒരുപാട് വിദ്യാലയങ്ങൾ ഹൈടെക്കായി മാറി. പിന്നെ കൊച്ചിയിൽ പോയപ്പോൾ മെട്രോ റെയിൽ കാണാൻ പറ്റി, മെട്രോ വാട്ടർ ട്രാൻസ്പോർട്ടേഷനൊക്കെ കാണാൻ പറ്റി. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരെ ജയിച്ചു വന്നു, LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ പോലെ LDF ആണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം. പല സ്ഥലങ്ങളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം LDF ആണ് ഇതെല്ലാം ചെയ്തതെന്ന്. ഈ സ്കൂളുകളുടെ പുരോഗമനവും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് LDF ആണ്. എനിക്ക് LDFനോട് പ്രത്യേക സ്നേഹമൊന്നുമില്ല, UDFനോടും പ്രത്യേക സ്നേഹമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരാളോടും പ്രത്യേക സ്നേഹമൊന്നുമില്ല, ഒരു പാർട്ടിക്കാരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. കാര്യം ഇത് നമ്മളുടെ കാശ് കൊടുത്തിട്ട് ആ കാശ് എടുത്തിട്ടാണ് അവർ ചെലവഴിക്കുന്നത്. അപ്പോൾ അതിൽ വലിയൊരു പുണ്യപ്പെട്ട സംഭവം നാടിന് നന്മ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് കാശങ്ങടി ചെല്ലുമ്പോഴത്തേക്കും ആയിരിക്കും ചെയ്യാനുള്ള കാര്യമാണ്. ഇത് LDF അല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഇത് കാലത്തിൻ്റെ പുരോഗമനമാണ്, ഇത് മനുഷ്യരുടെ വിജയമാണ്, നമ്മളുടെ വിജയമാണ്, മലയാളികളുടെ വിജയമാണ്. കാര്യം മലയാളികൾക്ക് ബോധമുണ്ട്, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ചോദിക്കും, അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ഉത്തരം പറയിപ്പിക്കും എന്നൊക്കെ ഉള്ളത് ഏത് നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾക്കും കേരളത്തിൽ അറിയാം. കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ. BJPക്ക് പിന്നെ പച്ച പിടിക്കാൻ ഒത്തിട്ടില്ല കാര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് BJP അതിനകത്തില്ല. പക്ഷേ BJPയുടെ ഒരു അധിനിവേശം വരുന്നുണ്ട്. അധിനിവേശം എന്ന് വെച്ചാൽ ഒരു പവർ പ്ലേ. BJPക്ക് വലിയ സീറ്റൊന്നും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും BJPയുടെ കൊടി ഉയർത്താൻ വേണ്ടി BJP ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നോർത്തിലൊക്കെ ചെയ്യുന്നത് കുറേ മതപരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നു. ഹിന്ദുത്വ മതം ഉയർത്തിപ്പിടിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയം കാണിച്ചുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും BJPയുടെ സീറ്റ് ഉറപ്പിക്കുന്നത്, ആധിപത്യം ഉറപ്പിക്കുന്നത് എന്നാണ് ഒരു പരക്കെയുള്ള സംഭവം. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിലും മറുവശത്തും വേറെ കാര്യങ്ങളുണ്ട്, കുറച്ചുകൂടി കഴമ്പുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ BJPക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നതൊന്നുമല്ല, ഞാൻ BJPയുടെ ആളൊന്നുമല്ല. പക്ഷേ ഇതാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹം അതിലും പറഞ്ഞു വെക്കുന്നത് മതം ചോദിച്ച് വരുന്നവർക്ക് വോട്ട് കൊടുക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത്. നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നവർക്ക് വേണ്ടി വോട്ട് കൊടുക്കുക, അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഈ കണ്ട വർഷങ്ങളിൽ നടക്കുന്ന സംഭവം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നിട്ട് വിചാരിച്ച അത്രയും നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ബ്രോഡായിട്ടുള്ള ലോകവീക്ഷണം ഇല്ല, അത് പണ്ടേ ഇല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഭവമാണ്, അത് പാർട്ടിയുടെ ഒരു ഇൻഡോക്ട്രിനേഷനാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ചലിക്കുന്നു അതിൻ്റെ സംഭവമാണ്. മോശമൊന്നും പറയാനില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിക്ക് പോകുന്നു. പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസം കാണിച്ചിട്ടല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസം ഉള്ള സ്ഥലങ്ങളിലൊക്കെ ലെനിൻ്റെ സംഭവമൊക്കെ അടിച്ചുടച്ച് അവിടെയൊക്കെ നല്ല പച്ചത്തെറിയാണ്, അതൊക്കെ വേറെ കാര്യം. എന്തിരുന്നാലും കോൺഗ്രസ് ഭരിച്ചാലും വേറെ ആര് ഭരിച്ചാലും ഇതൊക്കെ വരും. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചത് കൊണ്ടിട്ട് നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു, കോട്ടങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ന്യൂസ് ഇത് അറ്റാച്ച് ചെയ്യാം, നിങ്ങൾക്കത് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹം പറഞ്ഞ് സ്കൂളുകൾ നല്ല ഹൈടെക് ആക്കി, ആ രീതിക്ക് ഒക്കെ വലിയ ഒരു പുരോഗമനം കേരളം കൈവരിച്ചതായിട്ട്. അതിൻ്റെ മറുവശത്തും സത്യങ്ങൾ വേറെ ഉണ്ട്. ബഹുമാനപ്പെട്ട M സ്വരാജ്, തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ മുൻ പ്രതിനിധിയായ വ്യക്തി, അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് പറയാനിടയായി, രാജ്യമാസകലം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതൃത്വത്തിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തിൻ പ്രതി എല്ലാ സ്കൂളുകളും ആവിഷ്കരിച്ചു, എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റി, ഒരു പ്രത്യേക നിലപാടെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു കാര്യം ഞാൻ ഇപ്പം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരൊറ്റ സർക്കാർ പള്ളിക്കൂടം പോലും പൂട്ടിയിട്ടില്ല. രാജ്യത്ത് ലക്ഷത്തോളം സർക്കാർ സ്കൂളുകൾ അടച്ചു പൂട്ടിയപ്പോഴാണ്, കോൺഗ്രസും BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരമൊരു നടപടി സ്വീകരിച്ചപ്പോഴാണ് കേരളത്തിൽ വ്യത്യസ്തമായ ഒരു നയം LDF ഉയർത്തിപ്പിടിച്ചത്. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കണ്ണൂർ ജില്ലയിൽ മാത്രം അടച്ചുപൂട്ടിയത് 8 പൊതുവിദ്യാലയങ്ങൾ. പൂട്ടുവീണതിൽ 3 വിദ്യാലയങ്ങളും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്. 10-ലധികം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലുമാണ്. വിദ്യാർത്ഥികളില്ലാത്തതിനെ തുടർന്നാണ് സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടിയത്. അധ്യാപക നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകാത്തതാണ് അടച്ചുപൂട്ടലിന് കാരണമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആരോപണം. ഇത് തലശ്ശേരി സൗത്ത് ഉപജില്ലയിൽപ്പെട്ട പാലയാട് സെൻട്രൽ ജൂനിയർ ബേസിക് സ്കൂൾ. ഒരു നൂറ്റാണ്ടിലേറെ പല തലമുറകൾക്ക് അക്ഷരാഭ്യാസം പകർന്നു നൽകിയ വിദ്യാലയം വിദ്യാർത്ഥികൾ ആരും എത്താത്തതിനെ തുടർന്ന് 2 വർഷം മുമ്പ് അടച്ചുപൂട്ടി.
തലശ്ശേരി സൗത്ത് ഉപജില്ലയുടെ കീഴിൽ തന്നെ പ്രവർത്തിച്ചു വന്നിരുന്ന മേലൂർ ജൂനിയർ ബേസിക് സ്കൂളിനുമുണ്ട് തലമുറകളെ അക്ഷരമൂട്ടിയ പാരമ്പര്യം. 3 വർഷം മുമ്പ് അടച്ചുപൂട്ടിയ സ്കൂളിൽ ഇപ്പോൾ ഓർമ്മകളുടെ മഞ്ചാടിക്കുരുക്കൾ മാത്രമാണ് ബാക്കി. ആണ്ടല്ലൂർ കാവിന് സമീപത്തെ ആണ്ടല്ലൂർ JB സ്കൂൾ അടച്ചുപൂട്ടിയതിന് പിന്നാലെ ഇടിച്ചു നിരത്തി. സ്വരുക്കൂട്ടിയെടുക്കാൻ അവശിഷ്ടങ്ങൾ പോലുമില്ല ബാക്കി. അടച്ചുപൂട്ടിയ ഈ 3 സ്കൂളുകളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്താണ്. തൊട്ടപ്പുറം തലശ്ശേരി നിയമസഭാ മണ്ഡലമാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടെ 4 സ്കൂളുകൾക്കാണ് ഇവിടെ പൂട്ടുവീണത്. 1898 ആരംഭിച്ച ന്യൂമാഹി പരിമടം LP സ്കൂളിന് കഴിഞ്ഞ വർഷമാണ് പൂട്ടുവീണത്. തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഉൾപ്പെട്ട വാണിവിലാസം UP സ്കൂൾ, പപ്പൻവീടികയിലെ കുടിയേരി ഈസ്റ്റ് ജൂനിയർ ബേസിക് സ്കൂൾ എന്നിവയും അടച്ചുപൂട്ടിയിട്ട് കാലമേറെയായില്ല. ഒടുവിൽ കണ്ണൂർ നോർത്ത് സബ് ജില്ലയിൽ ഉൾപ്പെട്ട ഇരുവേരി ELP സ്കൂൾ, അതിരകം LP സ്കൂൾ എന്നിവയും അടച്ചുപൂട്ടി. പൂട്ടുവീണതൊക്കെയും എയ്ഡഡ് സ്കൂളുകൾക്കാണ്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ബോധമുള്ളതാണ്, കാലമൊക്കെ പുരോഗമിച്ച കാലമാണിത്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ചെയ്ത ഒരു കാര്യം എടുത്തു വെച്ചിട്ട്, 1-2 കാര്യം എടുത്തു വെച്ചിട്ട് ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയുന്നത് അത് രാഷ്ട്രീയം, കളി, കച്ചവടം, അത് വേറെ കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും പറയരുത്. പറയുമ്പോഴത്തേക്കും എല്ലാം പറയണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു വലിയ ബ്രോഡായിട്ട് ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടും. ഇപ്പം ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് UK ഇതാണെന്ന്, മെഡിക്കൽ സർവീസ് വളരെ മോശമാണ്. ആണ് UK യൂറോപ്പിലായാലും പല വെസ്റ്റേൺ കൺട്രീസിലായാലും അതിനേക്കാളൊക്കെ നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഫെസിലിറ്റീസും കേരളത്തിലുണ്ട്. അത് കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോഴുണ്ടായതുകൊണ്ട്. പിന്നെ തുടർച്ചയായിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായി കമ്മ്യൂണിസ്റ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വരാനുള്ളത് വരും, ആര് ഭരിച്ചാലും വരും. അതിനകത്തൊക്കെ നമ്മൾ, ഇപ്പം ഞാനും പുറത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്, ഇദ്ദേഹം UK പറഞ്ഞു, ഞാനും യൂറോപ്പിലാണ്. UK പോയിട്ടില്ല ഞാനിതുവരെ. ഒരുപാട് സുഹൃത്തുക്കൾ UK ഉണ്ട്. യൂറോപ്പിൻ്റെ പല ഭാഗത്ത് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ കണ്ട രാജ്യങ്ങളിലായാലും ഇന്ത്യയിലായാലും പ്രിവെയിൽ ചെയ്യുന്ന ചില സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാത്ത വൃത്തിയായിട്ട് മനസ്സിലാക്കാത്ത ഒരു നേതൃത്വമാണ് കമ്മ്യൂണിസ്റ്റ് LDF നേതൃത്വം എന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്നിരുന്നാലും ഇനി കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. അത് മനസ്സിലാക്കുന്ന ഒരു നേതൃത്വമായാൽ മതി. അപ്പോൾ ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു LDF വരും എല്ലാം ശരിയാകും, അങ്ങനെ ഒരു ആപ്തവാക്യം വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇത്രയും വർഷം ഭരിച്ചത് കൊണ്ടിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ വന്നത് അത് LDFന്റെ ഗുണം കൊണ്ടാണ് എന്ന് ചിന്തിച്ച് ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്ന ഒരു നറേറ്റീവിലേക്ക് പോകാതെ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് കൊടുക്കാവുന്നതാണ്. അത് ഉത്തരവാദിത്തമുണ്ട്. വോട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ നമ്മളുടെ നിയമവ്യവസ്ഥിതികൾക്ക് അതെങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, സ്വന്തം സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ. അതുകൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ള എന്താണ് അത് ആദ്യം നോക്കുക. ആ വാഗ്ദാനം നിർവഹിക്കാൻ പറ്റുമോ അതും നിങ്ങൾ നോക്കുക. വരുന്ന കാലത്തൊക്കെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പല ഓൺലൈനിലുള്ള പല വ്യക്തിത്വങ്ങളൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ പിഷാരടി മത്സരിക്കുന്നുണ്ട്. ഈ മോഹൻലാലിനൊക്കെ തെറി പറയുന്ന ഒരു ചെകുത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുമൊക്കെ വരെ വന്ന് മത്സരിക്കുന്നുണ്ട്. എങ്കിലും അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, വളരെ സുതാര്യമാക്കണമെന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻസ്, ഗവൺമെൻറ് ആക്ടിവിറ്റീസും ഒക്കെ വളരെ സുതാര്യമാക്കി കൊടുക്കണം. അതൊക്കെ ഒരു കാര്യമാണ്. അതൊക്കെ അവൻ പ്രോമിസ് ചെയ്യുന്നത്. അതുപോലെ എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒരു മാർഗം അവലംബിക്കുന്നവർക്ക് അവരുടെ കൂടെ നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ്. അങ്ങനെ വേണം വോട്ട് കൊടുക്കാനായിട്ട്. അല്ലാണ്ട് ഒരു പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല. അവിടെ മതത്തിൻ്റെ സംഭവം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മതത്തിൻ്റെ പേരിൽ അതാണ് ഇതാണെന്ന് ഒരു ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എന്തായിരിക്കും നല്ലത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാര്യം ഇന്ത്യക്കാരൻ എന്നുള്ള വിലയെ നമുക്ക് പുറത്തെവിടെയും കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ നാട്ടിലുള്ള ആൾക്കാരോടാണ് എല്ലാവരോടും കൂടിയാണ് പറയുന്നെങ്കിലും നാട്ടിലുള്ള ആൾക്കാരോടത്താണ് കൂടുതൽ പറയുന്നത്. കാര്യം അവരാണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ പുറത്താണ്. നിങ്ങൾ പ്രത്യേകിച്ച് 19-20 വയസ്സുള്ള അഡോളസൻസ് ആയിട്ടുള്ള യുവ ജെൻസി എന്നൊക്കെ പറയുന്ന ആൾക്കാരോടാണ്, പിള്ളേരോടാണ് ഈ പറയുന്നത്. കാര്യം നിങ്ങൾ ഇട്ടാവട്ടത്ത് കിടക്കേണ്ട പിള്ളേരല്ല, നിങ്ങൾ ലോകം കാണേണ്ട പിള്ളേരാണ്. അപ്പോൾ നിങ്ങൾ ലോകം കാണുമ്പോഴത്തേക്കും പുറത്തൊക്കെ നടക്കുമ്പോഴത്തേക്കും ഇന്ത്യക്കാരെന്നുള്ള വില, ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദു ആണ് എന്നുള്ളതൊന്നും അല്ല. നമ്മുടെ ഏത് രാജ്യത്താണ് നിൽക്കുന്നത്, അവിടെ എന്താണ് വില എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഓൺലൈനിലൊന്നും ഓരോ ആൾക്കാരൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, വെള്ളക്കാരും മതാമകളൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ത്യൻ ലോകത്തും കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇന്ത്യക്ക് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് വില കിട്ടുന്ന കാര്യങ്ങൾ അതാരവലംബിക്കുന്നു അവർക്ക് വോട്ട് കൊടുക്കുക. നിങ്ങൾ ഈ മതത്തിൻ്റെ കാര്യം അത് നോക്കണ്ട, അതിനൊക്കെ അപ്പുറമാണ് നിങ്ങൾ ജെൻസി പിള്ളേർ. നമുക്കറിയാം അത്രയൊക്കെ ശാസ്ത്രം പുരോഗമിച്ചില്ല, ഇവരൊക്കെ പുരോഗമിച്ചു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നോക്കില്ല, നിങ്ങളത് അറിയാം. ഇത് ഇന്ത്യക്കാരുടെ സംഭവം മനസ്സിലായി. നിങ്ങൾക്ക് എവിടെയും സുതാര്യമായിട്ട് രാജാവിനെ പോലെ നടക്കാൻ പറ്റണം ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ. അതിനാർജിക്കുന്നു അവർക്ക് വോട്ട് കൊടുക്കുക. ജയ് ഹിന്ദ്.